ആണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചോദിക്കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കണം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? പ്രോബ്ലംസ്. എ കറന്റ് ഓഫ് 0.5 ആംപിയർ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ ചോദ്യം കിട്ടുന്ന സമയത്ത് ആദ്യം സിംപ്ലി ഓരോ പീസ് ആയിട്ട് നോക്കാം. കറന്റ് ഓഫ് 0.5 ആംപിയർ, ഇത്രയാണ് കറന്റ്, ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നുണ്ട്. 100 ഓം ആണ് റെസിസ്റ്റൻസ്, പ്രതിരോധം, 5 മിനിറ്റ് ആണ് ഒഴുകുന്നത്. ഹീറ്റ് എത്രയായിരിക്കും? ഓക്കെ, ഹീറ്റ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റ്. If a current of 1 ampere flows through this conductor for 5 minutes, what will be the quantity of heat produced? Okay, രണ്ട് ചോദ്യം ഉണ്ട്. ആദ്യം നമുക്ക് 5 മിനിറ്റിന്റെ കാണാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിക്കട്ടെ. നിങ്ങൾ കൂടെ തന്നെ ചെയ്യുക. നമുക്ക് ഹീറ്റ് ആണ് കാണേണ്ടത്. ഹീറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, ഹീറ്റ് കാണണം. തന്നിട്ടുള്ള എന്തൊക്കെയാ? കറന്റ് തന്നിട്ടുണ്ട്. I is equal to 0.5 ആംപിയർ എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 0.5 ആംപിയർ. ആ സർക്കിൾ നോക്കൂട്ടാ. പിന്നെ 100 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ഓം എന്ന് പറഞ്ഞാൽ ശരിക്കും കിട്ടാ, 100 ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആ. ദാറ്റ് ഈസ് R is equal to 100 ഓം. എത്ര ടൈമാണ് തന്നിട്ടുള്ളത്? 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മിനിറ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം ഇടാ. മിനിറ്റിന് നിങ്ങൾ 5 മിനിറ്റ് അല്ലേ, അതിന് നിങ്ങൾ സെക്കൻഡിലോട്ട് മാറ്റണം. സോ 5 × 60, 60 മിനിറ്റിന് നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ × 60 ചെയ്യുക. 6 × 5 30, സോ 300 കിട്ടും. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, ഹീറ്റ് നമുക്ക് കാണണം. I തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, ഹീറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ H is equal to I² RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഇത് നേരെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ I എത്രയാണ് തന്നിട്ടുള്ളത്? അപ്പോൾ is equal to I എന്ന് പറഞ്ഞാൽ 0.5 ആ. ഓക്കെ, അതിന്റെ സ്ക്വയർ 0.5 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാ? 100 ഇൻറ്റു ടൈം എത്രയാ? ടൈം 300. മനസ്സിലായോ? ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ 0.5 ഉണ്ടല്ലോ, 0.5ന്റെ സ്ക്വയർ ആദ്യം കാണാം. ഓക്കെ, സോ ഇവിടെ ഒന്ന് കാണാം. 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5 ഇസ് ഈക്വൽ ടു 5 5 25, 25ലേക്ക് 5, ബാക്കി 2, 0 2 0 0 5 2 0. ഇത്ര ഉത്തരം കിട്ടി. നമ്മൾ പോയിന്റ് എഴുതിയിട്ടില്ല. പോയിന്റ് എഴുതാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? പോയിന്റിന് ശേഷം ഒരു സംഖ്യ, പോയിന്റിന് ശേഷം ഒരു സംഖ്യ. ടോട്ടൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യ? 2 സംഖ്യ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. സോ 0.25 ഇടാ ഉത്തരം. ഇവിടുത്തെ ഈ 0.5ൻ്റെത് 0.25 ഇൻറ്റു ബാക്കി എന്തുണ്ട്? 100 ഇൻറ്റു 300. ഇത്ര എഴുതി വയ്ക്കുക. സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ളതാണ്. ഇങ്ങനെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഈ 0.25 നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ? ഈ 0.25 എന്ന് പറഞ്ഞാൽ 25/100. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ നോക്കിക്കേ, ഞാൻ പറയാണ് 0.1. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ? ഈ ഒന്നുണ്ടല്ലോ, അത് എഴുതാം. പോയിന്റിന് ശേഷം പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? ഒരു സംഖ്യ. സോ നമുക്ക് ഒരു 0 ഇതിന് എഴുതാം. ഇനി വേറെ നോക്കിക്കേ, 0.22. എങ്ങനെ എഴുതാം? 22 പോയിന്റിന് ശേഷം എത്ര സംഖ്യ? 2 സംഖ്യ. സോ 2 0. ഓക്കെ, ഇനി വേറെ നോക്കിക്കേ, 0.3814. ഇങ്ങനെ തന്നെന്ന് വെച്ചോ, എങ്ങനെ എഴുതാം നമുക്ക്? 3814 ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം എത്ര സംഖ്യ? 4 സംഖ്യ. സോ 4 0 ഉള്ളത്. മനസ്സിലായോ? ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചോടാ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 0.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.25നെ എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചേ, 0.25നെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ? 0.25നെ നമുക്ക് എഴുതാം 25 ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം എത്ര സംഖ്യ? പോയിന്റിന് ശേഷം 2 സംഖ്യ എന്ന് പറഞ്ഞാൽ 2 0 ഇൻറ്റു 100 ഇൻറ്റു 300. ക്ലിയർ ആണല്ലോ? ഇത് എന്തിനിപ്പോ ഇങ്ങനെ എഴുതിയേ? നിങ്ങൾക്കറിയാം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പൂജ്യങ്ങളൊക്കെ തമ്മിൽ കട്ട് ചെയ്യാൻ 100 പോയി, 100 പോയി. ബാക്കി എന്തുണ്ട്? 25 ഇൻറ്റു 300. ഓക്കെ, എത്ര കിട്ടും നമുക്ക്? 25 × 300 എന്ന് പറഞ്ഞാൽ 25 × 3 25 25 25 ദാറ്റ് ഈസ് 75. ബാക്കി 2 0 ഇട്ടാ പോരെ? 7500 ജൂൾ ആണ് കേട്ടോ നമ്മുടെ യൂണിറ്റ്. 7500 ജൂൾ. ഇതാണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ ആയിട്ട് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. 7500 ജൂൾ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. കിട്ടിയല്ലോ? ഓക്കെ,
ഇത് ഒന്നാമത്തെ ചോദ്യം. രണ്ട് ചോദ്യം ഉണ്ട്. എപ്പോഴും ചോദ്യം ശ്രദ്ധിക്കണം. എക്സാമിന് നിങ്ങൾക്ക് വാട്ട് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് എ കറന്റ് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ദിസ് കണ്ടക്ടർ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ. 1 ആംപിയർ കറന്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയുണ്ടാവും കേട്ടോ? 1 ആംപിയർ കറന്റ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് 0.5 ആംപിയർ അല്ല, അതിന് പകരം 1 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 0.5ന്റെ നമ്മൾ ചെയ്തു. 1 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ എത്രയാവും അതും കൂടി ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നോക്കിക്കേ എന്തൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഈക്വേഷൻ ആദ്യം എഴുതി വെക്കാം. H is equal to I square RT ആണ്. I എത്രയെന്ന് പറഞ്ഞ് H is equal to I നമ്മൾ പറഞ്ഞു. I എന്ന് പറഞ്ഞ് 1 ആണെന്ന് വിചാരിക്കുക. സോ 1 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാ? റെസിസ്റ്റൻസ് ഒന്നും മാറ്റില്ല. 100 ഇൻറ്റു ടൈം 300. സോ H is equal to I സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് 1 തന്നെയാണ്. ഇൻറ്റു 100 ഇൻറ്റു 300. H is equal to 100 ഇൻറ്റു 300. സോ H is equal to എത്ര വരും? 3000. അത്രയും ജൂള്. നിങ്ങൾ യൂണിറ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. യെസ്, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് രണ്ടുത്തരം കിട്ടിയല്ലോ. ഏതൊക്കെ കിട്ടി? ഒരെണ്ണത്തിന് 7500 ജൂളിൽ നിന്ന് കിട്ടി, അടുത്തതിന് എന്തെന്ന് കിട്ടി? 3000 കിട്ടി. ഓക്കെ, ഇപ്പൊ ഈ 7500 ജൂളിന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ 7500 ജൂളിനെ 7500 ജൂൾ ഈ പോയിന്റില്ലേ, ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം? 7500 എന്ന് പറഞ്ഞ സംഖ്യ 7500 നമുക്ക് ഉത്തരം കിട്ടില്ല. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പോയിന്റിന് നമ്മൾ 1 2 3 3 സ്ഥാനം ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയാം? അതിനെ 7.5 ഇൻറ്റു 10 എത്ര സ്ഥാനം നീക്കി? നമ്മൾ 3 സ്ഥാനം നീക്കി, 10⁻³ എന്ന് എഴുതാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെയായിരുന്നു പോയിന്റ് 1 2 3 4. എത്ര സ്ഥാനം നീക്കി? 4 സ്ഥാനം നീക്കി. ദിസ് മീൻസ് 3 ഇൻറ്റു 10⁻⁴ എന്ന് പറയാം. മനസ്സിലായല്ലോ? അത് നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇത് എഴുതിയാൽ മതി. ഇത് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ?